الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته واحد في أفعاله ليس كمثله شيء وهو السميع البصير يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا اتقوا الله عباد الله أوصيكم وإياي بتقوى الله ആദരണീയരായ വിശ്വാസികളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ ജീവിതത്തിലുടനീളം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു മുഅ്മിൻ എന്ന നിലയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും പ്രധാനം അള്ളാഹു കഴിഞ്ഞാൽ അവന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂലാണ് ഒരു വിശ്വാസിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ 867 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഏതൊരു വിശ്വാസിക്കും തന്റെ സ്വന്തം ശരീരത്തെക്കാൾ അടുത്തവൻ ഞാനാണ്. ഏതൊരു മുഅ്മിനിനും അവനെക്കാളും ഏറ്റവും പ്രധാനപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ പ്രിയമുള്ളവരെ, 1,00,000-ലധികം വരുന്ന അല്ലെങ്കിൽ 1.25 ലക്ഷത്തിലധികം വരുന്ന സ്വഹാബത്തിന്റെ സ്നേഹ ബഹുമാനങ്ങൾ, ആദരവുകൾ എല്ലാം ഏറ്റുവാങ്ങിയ ലോകരുടെ നേതാവാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മുമ്പും സൂചിപ്പിച്ചിട്ടുണ്ട്, അനുയായികളാൽ ഇങ്ങനെ സ്നേഹിക്കപ്പെട്ട വേറെ ആരുണ്ട് ലോകത്ത്? നിങ്ങൾ പരിശോധിച്ച് നോക്കി, നബിമാരെ പോലും പരിശോധിച്ച് നോക്കി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെ ഒരുപാട് നബിമാർ മുസ്ലിമീങ്ങൾക്ക് എല്ലാവരും ഒരുപോലെയാണ്. അവർക്കിടയിൽ ഒരു വിവേചനവും കൽപ്പിക്കുന്നില്ല. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിനോളം സ്നേഹിക്കപ്പെട്ട ഒരു നേതാവ് വേറെ ആരാ പ്രിയമുള്ളവരെ? അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അദ്ദേഹം മുസ്ലിം അല്ലാതിരുന്ന കാലഘട്ടത്തിൽ, ശത്രുക്കളുടെ ഭാഗത്തുണ്ടായിരുന്ന കാലഘട്ടത്തിൽ, ഖുറൈശികളുടെ നേതാവായി ജീവിക്കുന്ന കാലഘട്ടത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട് ചരിത്രത്തിൽ. എന്താ വാക്കെന്നറിയോ? മാ റഅയ്തു മിനന്നാസി അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദാ. മുഹമ്മദിന്റെ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ വേറെ ആരെങ്കിലും സ്നേഹിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് അബൂ സുഫിയാൻ റളിയല്ലാഹു തആല. ഇന്ന് അദ്ദേഹം മുസ്ലിം അല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഇന്നും അങ്ങനെ ഒരു കൂട്ടർ ഈ ഉമ്മത്ത് മാത്രമാണ്. ഇന്നും അങ്ങനെ ഒരു വിഭാഗം ഈ ഉമ്മത്ത് മാത്രമാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഔദാര്യമല്ല. ഓരോ മുസ്ലിമിന്റെയും ഹൃദയത്തിൽ സ്വന്തത്തോടുള്ള സ്നേഹത്തെക്കാൾ വലുതായിരിക്കണം. എനിക്ക് എന്നെക്കാളും പ്രിയപ്പെട്ടത്, എല്ലാറ്റിനേക്കാളും പ്രിയപ്പെട്ടത് അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ അവന്റെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയെക്കാൾ, ബാപ്പയെക്കാൾ, സുഹൃത്തുക്കളെക്കാൾ, സർവസ്വത്തെക്കാളും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാകണം പ്രധാനം. എന്തുകൊണ്ട്? എന്തിനാണ് മുഹമ്മദ് നബി എല്ലാറ്റിനേക്കാളും പ്രധാനമായത്?
പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈമാൻ, ഒരാളുടെ ഈമാൻ പൂർത്തിയാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചേ മതിയാകൂ, നിർബന്ധമാണ്. അതാ ഞാൻ പറഞ്ഞത്, ഔദാര്യമല്ല, വർഷത്തിലെ ഒരു മാസക്കാലയളവിൽ മാത്രം നോക്കി വരുന്ന ഒന്നല്ല, നിർബന്ധമാണ്. എന്ത്? സ്വന്തത്തെക്കാളും സർവസ്വത്തെക്കാളും റസൂലിനാകണം പ്രാധാന്യം. എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്കിടയിൽ അങ്ങനത്തെ ഒരു ബന്ധമുണ്ടാക്കി. അല്ലാഹ് പറഞ്ഞു 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിന്റെ 6-ാമത്തെ ആയത്തിൽ, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങൾക്ക്, സത്യവിശ്വാസികൾക്ക് സ്വന്തം ദേഹത്തെക്കാളും അടുത്ത ആളാകുന്നു. അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അന ഔലാ ബികുല്ലി മുഅ്മിനിൻ മിൻ നഫ്സിഹി. ഞാനാണ് ഓരോ മുഅ്മിനിനും അവന്റെ സ്വന്തത്തെക്കാളും ഒന്നാമതായി പ്രധാനമായി പരിഗണിക്കപ്പെടേണ്ടവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തന്നെയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്, അന ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും. പ്രിയമുള്ളവരെ, ഇത് മനസ്സിലാക്കി പ്രവർത്തിച്ച ലോകരുടെ നേതാവിന്റെ അനുയായികളാണ് സ്വഹാബ റിദ്വാനുല്ലാഹി അലൈഹിം. അതിൽ ഏറ്റവും പ്രധാനിയായ ഒരാളാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല. അദ്ദേഹത്തിന്റെ ഒരു സംഭവമുണ്ട് ചരിത്രത്തിൽ. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ 6632 നമ്പർ ഹദീസ്. ഏതെങ്കിലും പാട്ട് കിതാബിനകത്തു നിന്നുള്ളതല്ല, ഏതെങ്കിലും ഈരടികൾ പദ്യമായും ഗദ്യമായും പദ്യഗദ്യ സമ്മിശ്രമായും ഈ ഒരു മാസക്കാലയളവിൽ കാണുന്ന ഏതെങ്കിലും ഒരു ബൈത്ത് കിതാബിന്റെ അകത്തുള്ളതല്ല. സ്വഹീഹുൽ ബുഖാരി 6632 നമ്പർ ഹദീസ്. ഒരു സഹാബിയുടെ സ്നേഹപ്രകടനം. അദ്ദേഹം അള്ളാന്റെ റസൂലിന്റെ ഷറഫാക്കപ്പെട്ട ബർക്കത്തുള്ള അങ്ങനത്തെ ഒരു കൈ ഞാൻ കണ്ടിട്ടില്ല, പട്ടിനെക്കാളും മാർദ്ദവമുള്ളതെന്നാ മറ്റൊരു സഹാബി പറഞ്ഞത്. ആ കൈ ഇങ്ങനെ പിടിച്ചു, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ശരീരം കഴിഞ്ഞാൽ, എന്റെ ശരീരം ഒഴികെ എല്ലാ വസ്തുക്കളെക്കാളും തീർച്ചയായും എന്നിലേക്ക് പ്രിയപ്പെട്ടത് അവിടുന്നാണ് റസൂലേ. ഫഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ, ഇല്ല ഉമറേ, പറ്റൂല, അത് നടക്കൂല. വല്ലദീ നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക. എന്നാൽ എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, വല്ലാഹി, അല്ലാഹുവിനെ തന്നെ സത്യം, താങ്കൾ എന്നെ നിന്റെ ശരീരത്തെക്കാളേറെ സ്നേഹിക്കുന്നത് വരെ നിന്റെ ഈമാൻ പൂർത്തിയാകില്ല ഉമറേ. ഔദാര്യമല്ല, നിർബന്ധമാണ്. ഔദാര്യമല്ല, നിർബന്ധമാണ്. സ്നേഹിക്കണ്ടേ, സ്നേഹം വേണ്ടേ, അങ്ങനത്തെ ചർച്ചയല്ല. സ്നേഹം നിർബന്ധമാണ്, വാജിബാണ്. അള്ളാന്റെ കിതാബും റസൂലുള്ളാഹിന്റെ സുന്നത്തും പഠിപ്പിക്കുന്നതാണ്, അഹ്ലുസ് സുന്ന പഠിപ്പിക്കുന്നതാണ്. സ്നേഹം നിർബന്ധമാണ്. അല്ലാഹു അക്ബർ. ഫഖാല ലഹു ഉമർ. നമ്മളാണെങ്കിൽ ഒന്ന് ആലോചിക്കും, നോക്കട്ടെ, പെണ്ണുങ്ങളോടും പരക്കാരോടും കുടിക്കാരോടും സുഹൃത്തുക്കളൊക്കെ ചോദിച്ചിട്ട് പറയാൻ. അല്ല, ഉമർ ഇബ്നു ഖത്താബിന് ഒറ്റ വാക്കേ ഉള്ളൂ, ഫഇന്നഹുൽ ആൻ വല്ലാഹി ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. തീർച്ചയായും ഇനി അല്ലാഹുവാണേ സത്യം. കാരണം നബി അല്ലാഹനെ വെച്ചിട്ട് സത്യം ചെയ്തത്. ഈ ഭാഷ, ഈ ശൈലി, ഇത് വല്ലാത്തൊരു ശൈലിയാണ്. ഉമറും പറയാണ്, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, എന്റെ ശരീരത്തെക്കാൾ ഉമറിനേക്കാൾ പ്രിയപ്പെട്ടത് അവിടുന്ന് തന്നെയാണ് റസൂലേ എന്നാണ്. അള്ളാഹിനെ സാക്ഷി നിർത്തിയിട്ട് നബി ആവശ്യപ്പെടുന്നു, അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ഉമർ ഇബ്നു ഖത്താബ് അത് ഏറ്റെടുക്കുന്നു. അല്ലാഹു അക്ബർ കബീറ. ഫഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആൽ ആന യാ ഉമർ. ഇപ്പോഴാണ് ഉമറേ അവിടുത്തെ ഈമാൻ പൂർത്തിയായത്, ശരിയായത് ഉമറേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ഒരു ജീവിതം, ഈ ഒരു സ്നേഹം ജീവിതത്തിലുടനീളം യാഥാർത്ഥ്യവൽക്കരിച്ചവരാണ്. പാടിയവരും പറഞ്ഞവരല്ല, ജീവിച്ചു കാണിച്ചവരാണ് സ്വഹാബ. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സ്നേഹവും അനുസരണവും ബഹുമാനവും ആദരവും പിൻപറ്റലും. എത്ര സംഭവങ്ങൾ! അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് സ്നേഹിച്ച സംഭവങ്ങളുടെ, ചരിത്രങ്ങളുടെ ഓരോ വിഷയങ്ങൾ എടുത്താല് മണിക്കൂറുകൾ, ദിവസങ്ങൾ പറഞ്ഞാൽ തീരാത്തത്ര വിഷയങ്ങളാണ്. ഒരിക്കൽ ഒരാൾ ചോദിച്ചു അലി ഇബ്നു അബീ താലിബിനോട്, ഖുലഫാഉൽ അർബ, 4 ഖലീഫമാരിൽ 4ാം സ്ഥാനത്തുള്ള മഹാൻ, നബിയുടെ മരുമകൻ ചോദിക്കുകയാണ്, കൈഫ കാന ഹുബ്ബുക്കും ലിറസൂലില്ലാഹ്.
എങ്ങനെ നിങ്ങൾക്ക് അള്ളാന്റെ റസൂലിനോട് നിങ്ങളുടെ സ്നേഹം എങ്ങനെയായിരുന്നു, നിങ്ങൾ എങ്ങനെയാ നബിയെ സ്നേഹിച്ചത്? ഫഖാല, അപ്പോ അലി ഇബ്നു അബീ താലിബ് പറയാണ്, ഖാന വല്ലാഹി, അള്ളാനെ തന്നെയാണ് ഞങ്ങളായിരുന്നു, അഹബ്ബു ഇലൈന, ഞങ്ങൾ അവിടുത്തെ സ്നേഹിച്ചത് എങ്ങനെയായിരുന്നു, മിൻ അംവാലിന വ ഔലാദിന വ ആബാഇന വ ഉമ്മഹാതിന വ മിനൽ ബാഇൽ ബാരിദി അലൽ ലമ, ഞങ്ങളുടെ സമ്പത്തിനെക്കാളും ഞങ്ങളുടെ സന്താനങ്ങളെക്കാളും ഞങ്ങളുടെ മാതാപിതാക്കളെക്കാളും അതുപോലെ കുടിവെള്ളത്തെക്കാൾ ദാഹജലത്തെക്കാൾ അവിടുന്ന് ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിരുന്നു. മഹാനായ ഖാദി ഇയാദ് ഇമാം അവിടുത്തെ ശറഹ് സുന്നയിൽ സഹീഹായ സനദോടുകൂടി ഉദ്ധരിച്ചതാണ്. അല്ലാഹു അക്ബർ കബീറ. എല്ലാറ്റിനേക്കാളും പ്രിയങ്കരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോ അല്ലാഹ് കഴിഞ്ഞാൽ ആദ്യ അല്ലാഹ്, രണ്ടാമത്തെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു സംഭവം കൂടി കാണാം ഹദീസിൽ. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ഇമാം ബുഖാരിയാണ്. അവിടുത്തെ സ്വഹീഹിൽ 2731 നമ്പർ ഹദീസ്. നമ്മുടെ നാട്ടിൽ പാടുന്ന ഏതെങ്കിലും പാള കിതാബ് എന്നല്ല, സ്വഹീഹുൽ ബുഖാരിയിൽ. നോക്കൂ, ഉർവത്ത് ബിൻ സഖഫി, അദ്ദേഹം ഹുദൈബിയ സന്ധി ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ചർച്ച നടത്തി. എന്നിട്ട് അവിടുന്ന് ഖുറൈശികളുടെ അടുത്തേക്ക് മടങ്ങിച്ചെന്നു. എന്നിട്ട് ഖുറൈശികളോട് പറയാൻ, ഐ ഖൗമിൻ വല്ലാഹി, എന്റെ നാട്ടുകാരെ അള്ളാനെ തന്നെയാണ്, ലഖദ് വഫത്തു അലൽ മുലൂക്, ഞാൻ ഒരുപാട് രാജാക്കന്മാരെ അടുത്ത് ദൂതനായി ചെന്നിട്ടുണ്ട്. വവഫത്തു അലാ ഖൈസറ വകിസ്റ വന്നജാശി, ഖൈസർ പോലെ കിസ്റ പോലെ നജാശി പോലുള്ള രാജാക്കന്മാരുടെ അടുത്തൊക്കെ ദൂതനായി ചെന്നിട്ടുണ്ട്. വല്ലാഹി, അള്ളാനെ തന്നെയാണ്, ഇൻ തനഖമ നുഖാമതൻ ഇല്ലാ വഖഅത ഫീ കഫ്ഫി റജുലിൻ മിൻഹും, മുഹമ്മദ് അവിടുന്ന് ഒന്ന് തുപ്പിയാൽ ആ തുപ്പുനീർ സ്വഹാബികളിൽ ഒരാളുടെ കൈപ്പടത്തിൽ വീഴാതിരിക്കില്ല, അത് ഭൂമി പോകില്ല, സ്വഹാബത്തിന്റെ കയ്യിലാണ് വീഴുക. ഫദലക ബിഹാ വജ്ഹഹു വജിൽദഹു, ആ നബിയുടെ തുപ്പുനീര് അവർ മുഖത്തും തൊലിയിലും പുരട്ടുന്ന. അല്ലാഹു അക്ബർ. ബർക്കത്തെടുക്കണം. ഇതൊക്കെ ചില ആളുകൾക്ക് അപരിചിതമാണ്. ചില ആളുകൾക്ക് ഇമാം ബുഖാരിയോട് അറപ്പുണ്ടാക്കാൻ കാരണം അങ്ങനത്തെ ചില ഹദീസുകളാണ്, നമുക്കറിയാതെ. പക്ഷെ എന്താ ചെയ്യുക, ഹദീസ് സ്വഹീഹാണ്, മത്നും സ്വഹീഹാണ്, സനദും സ്വഹീഹാണ്. നോക്കൂ, വഇദാ അമറഹും, മുഹമ്മദ് അവരോട് കൽഫറഹു, അവിടുത്തെ കൽപ്പന അവർ വേഗം നിറവേറ്റും. വഇദാ തവല്ലഅ, ആ മുഹമ്മദ് നബി വുളു ചെയ്താൽ, കാദു യഖ്തതിലൂന അലാ വദൂഇഹി, അവിടുത്തെ വുളുവിന്റെ വെള്ളത്തിന് വേണ്ടി അവർ മത്സരിക്കുമാറാകും. എന്തിന്? ബറക്കത്തെടുക്കാൻ. സ്വഹാബത്ത് ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു നേതാവിനെ നിങ്ങൾ ചരിത്രത്തിൽ കാണാൻ പറ്റും, ചരിത്രത്തിൽ. അതുകൊണ്ടാണ് ചില ആളുകളെ കുറിച്ച് പറയാറ് 100 പേരെ തെരഞ്ഞെടുത്തു, അതിനകത്ത് പലരുണ്ട്, ഈ രാജ്യത്തിന്റെ പിതാവ് പോലുണ്ട്. പക്ഷെ അവസാനം അദ്ദേഹം ഒന്നാമതായി തെരഞ്ഞെടുത്തത്, ക്രിസ്ത്യൻ വിശ്വാസിയായി അദ്ദേഹം ഒന്നാമതായി തെരഞ്ഞെടുത്തത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്തുകൊണ്ട്? അവിടുത്തെ ജീവിതത്തിന്റെ വിശാലത അത്രയാണ്. വഇദാ തകല്ലമ, ഉർവത്ത് ബിൻ സഖഫി പറയാണ് ഖുറൈശികളോട്, അവിടുന്ന് സംസാരിക്കുമ്പോ ഖഫദു അസ്വാതഹും ഇൻദഹു, അവിടുത്തെ മുന്നിൽ അവർ ശബ്ദം താഴ്ത്തും. എങ്ങനെ അറിയോ? വമാ യുഹിദ്ദൂന ഇലൈഹി നളറത അലീമൻ ലഹു, അള്ളാന്റെ റസൂലിനോടുള്ള ബഹുമാനം കാരണം അവരൊന്ന് അമർത്തി സൂക്ഷിച്ച്, അങ്ങനെ കണ്ടോ, കണ്ണോടൊന്ന് തുറച്ചു നോക്ക പോലുമില്ല. ആരെ? മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിന്റെ സ്നേഹമാണ് പറയുന്നത്. ഇങ്ങനെ ആയിരക്കണക്കിന് സംഭവങ്ങൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്വഹാബത്തിന്റെ സ്നേഹത്തിന്റെ രംഗങ്ങൾ വിശാലമാണ്. നബിയെ കാണാതിരിക്കാനാവില്ല, വല്ലാത്ത വശമാണ്. ഒരു സെക്കൻഡ് പോലും നബിയെ കാണാതിരിക്കാൻ കഴിയാത്ത സ്വഹാബത്തുണ്ടായി. ചിലര് പറഞ്ഞു, നബിയെ അവിടുന്ന് നബിമാരുടെ കൂടെയാകും, സ്വദീഖുകളുടെ കൂടെയാകും എന്നൊക്കെ പറഞ്ഞ സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിക്കുകയും ആ വിഷയവുമായി ബന്ധപ്പെട്ട ആയത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ആ ആയത്ത് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. അതുപോലെ അവിടത്തേക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി അവർ കാവൽ നിന്നു. അബൂ ത്വൽഹയെ കുറിച്ച് നമുക്കറിയാം. ഒരുപാട് ഉഹദിന്റെ രണാങ്കളത്തിൽ അവനവന്റെ കൈ ഇങ്ങനെ അറ്റ് വീഴുമാറ്, അല്ലെങ്കിൽ അതങ്ങനെ മരവിച്ചു പോകുമാറ് അള്ളാഹുവിന്റെ റസൂലിനെ തന്റെ മുതുകിന്റെ പുറത്തേക്ക് പുറകിലേക്ക് മാറ്റി നിർത്തിയ, ശത്രുക്കളുടെ അമ്പ് മുഴുവൻ നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങിയ മഹാരഥന്മാരായ സ്വഹാബ, യുദ്ധരംഗത്ത് പോലും ശരീരം മറയാക്കിയവർ. ദുനിയാവില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ പ്രധാനമായി മറ്റൊന്നും അവർ കണ്ടില്ല. നമ്മൾ വായിച്ചൊരു ചിത്രമുണ്ട് പറയുമ്പോൾ ഇവരെന്താ ചോദിക്കാണ്, നിന്നെ വെറുതെ വിടാ, നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദിനെ നീ സങ്കല്പിച്ചാൽ അദ്ദേഹം പറയേണ്ടില്ല, ഇല്ല,
എന്റെ സ്ഥാനത്ത് മുഹമ്മദിനെ സങ്കല്പിക്കാൻ കഴിയില്ല, അവിടുത്തെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞ സ്വഹാബത്തിന്റെ മുന്നിലാണ് ഞാനും നിങ്ങൾ ഇങ്ങനെ നെഞ്ചി വിരിച്ച് നടക്കുന്നത്. ഹബ്ബു റസൂലിന്റെ ആൾക്കാരെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് ആലോചിച്ചൊക്കെ പറയാൻ പോലും നമുക്കൊരു ഉറപ്പുണ്ടാവണം. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്തുണ്ടെന്ന് പറയുകയാണെങ്കിലും ഒരു ലജ്ജ നമുക്ക് വേണ്ടേ? നമ്മളെവിടെയാ? അവരെവിടെയാ? പ്രിയമുള്ളവരെ, ഹിജറ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് ഹിജറ പോകണം. സ്വന്തം ഇഷ്ടത്തിനല്ല, ഓടിപ്പോയതല്ല, ചാടിപ്പോയതല്ല. അള്ളാഹ് പറഞ്ഞു ഇന്ന സമയത്ത് ഇത്രാം തീയതി ഇന്ന സമയത്ത് പോണോന്ന്. അപ്പോഴങ്ങനെ പോണത്. ഹിജറ പോകുമ്പോ നബിയുടെ സഹവാടി, നബിയുടെ കൂടെ പോകുന്നത് ഞാനാണെന്നറിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് കരഞ്ഞു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് അവിടുത്തെ ഭാര്യ, അവിടുത്തെ മകള്, നമ്മുടെ ഉമ്മ റസൂലുള്ളാഹിന്റെ ഭാര്യ പിന്നീട് പറയാണ്, അന്ന് റസൂലുള്ളാഹിന്റെ ഭാര്യയല്ല, ആയിഷമ്മ പറയാണ്, സന്തോഷം കൊണ്ട് ഒരാൾ കരയുന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കാണാതെ അന്നാണ്. എന്ത്? നബിന്റെ കൂടെ സഹവസിക്കാൻ അവസരം കിട്ടിയ നേരത്ത്. അതേ അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ച് മറ്റൊരു വാക്കുണ്ടെന്നറിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ തിങ്കളാഴ്ച റബീഉൽ അവ്വൽ 12 തന്നെ മരിക്കണമെന്ന് ആഗ്രഹിക്കുകയും അള്ളാന്റെ തൗഫീഖിനാൽ റബീഉൽ അവ്വൽ 12 തന്നെ മരിക്കുകയും ചെയ്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിച്ചിട്ട് ഒരു ഡേറ്റ് പോലും വ്യത്യാസപ്പെടുന്ന ആഗ്രഹിച്ച മഹാന്മാർ. ഞാനങ്ങളെവിടെ? അവരെവിടെയാ? നിങ്ങൾ ആലോചിച്ചു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല മരിക്കാൻ നേരത്ത് തന്റെ പൊന്നുമോൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ പറഞ്ഞേക്കാണ്, ഉമ്മാന്റെ അടുത്ത് പോയിട്ട് ചോദിക്കണോ? ആരാ ഉമ്മ? ആയിഷ ബിവിയാണ്. ആയിഷ ബിയുടെ വീട്ടിലെ അള്ളാഹുവിന്റെ റസൂലിന്റെ കബറടക്കിയിട്ടുള്ളത്, റസൂലുള്ള അന്ത്യവിശ്രമം കൊള്ളുന്നത്. ചോദിക്കണം, സലാം പറയണം, എന്റെ സലാം അറിയിക്കണം, എന്റെ കാര്യങ്ങൾ പറയണം. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ റസൂലിന്റെ കൂടെ ചാരത്ത് കബറടക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയണം, ഉമ്മാനോട് അനുവാദം ചോദിക്കണം എന്നാണ്. അദ്ദേഹം ചെന്നു, ചോദിച്ചു. ആയിഷ ബിവി കരഞ്ഞു ഉമർ ഭർത്താവിന്റെ സംഭവം ആലോചിച്ചിട്ട്. അവസാനം വീണ്ടും അനുവാദം കിട്ടി. പിന്നെയും പറയണം, അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ കടത്താവൂ. അങ്ങനെ ആയിഷ ബിവി അനുവാദം കൊടുക്കുകയാണ്. അങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് സിദ്ദീഖും ഫാറൂഖും അന്ത്യവിശ്രമം കൊള്ളുന്നത് റിദ്വാനുല്ലാഹി അലൈഹിം. മരിച്ചിട്ടേ നബിന്റെ കൂടെ കിടക്കണമെന്ന് ആഗ്രഹിച്ച സ്വഹാബത്ത്. ഇങ്ങനെ ആയിരക്കണക്കിന് സംഭവങ്ങൾ. പ്രിയമുള്ളവരെ, സ്വഹാബത്തിന്റെ സ്നേഹം നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ നിലക്കും സ്നേഹിച്ചു, എല്ലാറ്റിനേക്കാളും പ്രധാനമായി കണ്ടു. കൂടാതെ മുഹമ്മദ് നബിയെ അനുസരണത്തിലൂടെയും അവർ സ്നേഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചതിനെ അവർ ഒഴിവാക്കി, കൽപ്പിച്ചതിനെ പരമാവധി അവർ നടപ്പിലേക്ക് വരുത്തി. സ്നേഹത്തിന്റെ ഒരുപാട് അടയാളങ്ങളുണ്ട്. അഹ്ലുസുന്നയുടെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്നത് സ്നേഹത്തിന്റെ അടയാളങ്ങൾ. സ്വലാത്ത് ചൊല്ലൽ സ്നേഹത്തിന്റെ അടയാളമാണ്. നബിക്ക് സലാം പറയൽ സ്നേഹത്തിന്റെ അടയാളമാണ്. നബിക്ക് വേണ്ടി വസീല, ഫളീല അഥവാ മഖാമും മഹ്മൂദ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കൽ അത് സ്നേഹത്തിന്റെ അടയാളമാണ്. നബിയെ കാണാനുള്ള ആഗ്രഹമുണ്ടാകൽ ഈ ദുനിയാവിൽ നിന്ന് തന്നെ, ഈ ദുനിയാവിൽ സ്വപ്നത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ കഴിയണേ എന്ന ആഗ്രഹം അതുപോലും സ്നേഹത്തിന്റെ ഭാഗമാണ്. ഇത് ഏതെങ്കിലും കൺകെട്ടോ ഖുറാഫാത്തോ അല്ല പ്രിയമുള്ളവരെ, ഖുറാഫാത്തല്ല പ്രിയമുള്ളവരെ, ഇത് ഹക്കാണ്. ഈ ആധുനിക ലോകത്ത് പോലും ജീവിത സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കണ്ട സന്തോഷ വാർത്ത അറിയിച്ചവർ, സ്വഹാബികളെ സ്വപ്നത്തിൽ കണ്ട സന്തോഷ വാർത്ത അറിയിച്ച മഹാരഥന്മാരായ അഹ്ലുസുന്നത്തിന്റെ മുഹദ്ദിസീങ്ങളായ പണ്ഡിതന്മാരുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ അനുസരണത്തിലൂടെ സ്നേഹിച്ചതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാല്, നബി ഒരിക്കൽ ഒരാളുടെ വിരലിൽ ഒരു മോതിരം കണ്ടു, സ്വർണത്തിന്റെ മോതിരം. നബി ചോദിച്ചു, മനഃപൂർവ്വം നരകത്തിന്റെ തീക്കട്ടയെടുത്ത് നിങ്ങളൊരാള് കയ്യിൽ വെക്കാണോ? അയാളത് ഊരിട്ടറിഞ്ഞത്. നബി പോയപ്പോ കൂടെയുള്ള ആള് പറഞ്ഞു, നബി പോയില്ലേ, നീ നിന്റെ മോതിരം എടുത്തോ, അതുകൊണ്ട് നിനക്ക് ഉപകരിക്കും, കാരണം സ്വർണ്ണാണ്. അദ്ദേഹം പറഞ്ഞ വാക്കെന്തൊരു സ്വഹീഹ് മുസ്ലിമിൽ 2290 നമ്പർ ഹദീസിൽ, ലാ വല്ലാഹ് ലാ വല്ലാഹ് ലാ ആഖുദുഹു അബദൻ വഖദ് തറഹഹു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവാണ്, അല്ലാഹുവിന്റെ റസൂൽ വലിച്ചെറിഞ്ഞ ഒരു മോതിരം ഞാൻ എടുക്കൂലാണ്. എന്നാൽ 1400 വർഷങ്ങൾക്ക് പുറത്തേക്ക് അന്ന് സ്വഹാബിയുടെ കയ്യിൽ നിന്ന് ഊരി വലിച്ചെറിഞ്ഞ ആ സ്വർണ്ണമോതിരം അത് പെറുക്കിയെടുത്തിട്ട് കയ്യിൽ 5 വിരലിലും അല്ലെങ്കിൽ 8 വിരലിലും അണിയാൻ ആഗ്രഹിക്കുന്ന ഉമ്മത്തിലെ പുതിയ പ്രവാചക
കാണുകയാണ് കല്യാണത്തിന്റെ വീടുകളിൽ. കല്യാണത്തിന് നബി അന്ന് വലിച്ചെറിഞ്ഞ മോതിരണ്ടല്ലോ, അത് പിന്നെ എടുത്തിട്ട് പെറുക്കിയിട്ട് കയ്യിൽ വെക്കാണ്. സ്നേഹമുണ്ട് അത്ര അവർക്ക്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പുതുമണവാളന്മാർ. അതിനവരെ പ്രോത്സാഹിപ്പിക്കണതോ സ്ത്രീകളായ ബന്ധുക്കളും. അതുപോലെ ചെറിയ കുട്ടികൾക്ക് പോലും സ്വർണത്തിന്റെ മോതിരം അണിയിക്കുന്നവർ. ഇതവരെ കുട്ടിയല്ലേ, കുട്ടിയല്ലേ? പ്രിയമുള്ളവരെ, ഹദീസിൽ എന്താണെന്നറിയോ? പുരുഷവർഗത്തിന് സ്വർണം ഹറാമാണെന്നാണ്, അല്ലാതെ പ്രായപൂർത്തിയായവർക്കെന്നല്ല. പുരുഷവർഗത്തിന് സ്വർണം ഹറാമാണ് എന്നാണ്. നമ്മൾ ആലോചിച്ചൊക്കെ എന്തൊക്കെ ന്യായീകരണങ്ങൾ ആൾക്കാർ. അനുസരണത്തിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചവർ. അതുകൊണ്ട് നബിയെ നമ്മൾ സ്നേഹിക്കണം, നിർബന്ധമാണ്. നബിയെ സ്നേഹിക്കുക എന്നത് നിർബന്ധമാണ്. ആ സ്നേഹത്തിന്റെ പ്രായോഗിക രൂപമാണ് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി കാവൽ നിൽക്കാൻ നമുക്ക് അവസരമില്ല. നബിയോടൊപ്പം യുദ്ധം ചെയ്യാനുള്ള അവസരമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കാണാനുള്ള അവസരമില്ല. അവിടുന്ന് വഫാത്തായി, ഇനി സ്വർഗത്തിലല്ലാതെ കണ്ടുമുട്ടൂല സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്തറിയോ? സ്വഹാബത്തിന്റെ സ്നേഹപ്രകടനത്തിൽ അവർ നബിയെ സ്നേഹിച്ചു, അവർ നബിയെ പിൻപറ്റി, അവർ നബിയെ അനുസരിച്ചു. രണ്ടാമത്തെ ആ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നബിയെ അനുസരിക്കാൻ പറ്റും, നബിയെ പിൻപറ്റാൻ പറ്റും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എങ്ങനെയാ നബിയെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുക? പ്രിയമുള്ളവരെ, വിമർശനങ്ങൾക്കും ഖണ്ഡനമണ്ഡനങ്ങൾക്കും വിവാദങ്ങൾക്കും അപ്പുറത്തേക്ക് എങ്ങനെ നമുക്ക് നബിയെ സ്നേഹിക്കാൻ പറ്റുക? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതിനെ അവിടുത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരലാണ്. 23 വർഷത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. എല്ലാ മേഖലകളിലും മുഹമ്മദ് നബിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുക. ഒരിക്കലും അവിടുത്തെ അനുസരിക്കാതെയുള്ള കേവല ഒരു എന്താ പറയാ സ്നേഹപ്രകടനം എന്ന് പറയുന്ന സ്നേഹം അത് ഉപകരിക്കൂല. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആനിൽ 4-ാമത്തെ അധ്യായം സൂറത്തു നിസാഇന്റെ 69-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞെന്താ? വമൻ യുതിഇല്ലാഹ വറസൂൽ ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖ. ആര് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുകയും അവർ അനുസരിക്കുന്നുവോ അവർ അള്ളാഹു അനുഗ്രഹിച്ചവരായ നബിമാർ, സുദ്ദീഖുകൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ എന്നിവരോടൊപ്പമായിരിക്കും. അവരെത്ര നല്ല കൂട്ടുകാർ. നോക്ക്, അള്ളാഹിനനുസരിക്കുക, അള്ളാഹിന്റെ റസൂൽ അനുസരിക്കുക. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ. ഒരുപാട് ആയത്തുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുക. എങ്ങനെ സ്നേഹിക്കണം? അനുസരണത്തിലൂടെ സ്നേഹിക്കണം, ഇത്തിബാഇലൂടെ സ്നേഹിക്കണം. എങ്കിൽ മാത്രമേ ഇത് ആഖിറത്തിൽ ഉപകാരപ്പെടുള്ളൂ. എങ്കിൽ മാത്രമേ ഇത് ആഖിറത്തിൽ ഉപകാരപ്പെടൂ. ഞാൻ പറഞ്ഞല്ല, മുഹമ്മദ് നബി പറയാണ്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ 7280-ാമത്തെ നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ തൊട്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ. എന്റെ ഉമ്മത്തികൾ എല്ലാവരും സ്വർഗത്തിൽ പോകും, ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവരൊഴികെ. മക്കളെ, നന്നായി ശ്രദ്ധിക്കണേ ഈ വാക്ക്, വിസമ്മതിച്ചവരൊഴികെ. ഈ വിസമ്മതം അഖീദയുടെ ലോകത്തുണ്ട്. ഈ വിസമ്മതം മൻഹജിയായ മാർഗങ്ങളുടെ ലോകത്തുണ്ട്. ഈ വിസമ്മതം കർമ്മശാസ്ത്രത്തിന്റെ ലോകത്തുണ്ട്. ഈ വിസമ്മതം കുടുംബജീവിതത്തിലുണ്ട്, ഓരോ മേഖലയിലുണ്ട്. അബാ, വിസമ്മതിച്ചവരൊഴികെ. ഖാലൂ യാ റസൂലല്ലാഹ് വമൻ. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, ആരാണ് റസൂലെ അവിടുത്തെ വിസമ്മതിക്കാം? അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന. ആരെന്നെ അനുസരിച്ചു അവൻ സ്വർഗ്ഗത്തിലാണ്. വമൻ അസാനി ഫഖദ് അബാ. ആരെന്നെ ധിക്കരിച്ചുവോ അപ്പോൾ അവൻ വിസമ്മതിച്ചവനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെ അല്ലാഹു പറഞ്ഞത്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹു. അള്ളാഹിന്റെ റസൂൽ നിങ്ങൾക്ക് കൊണ്ടുവന്നതെന്തോ അത് നിങ്ങൾ സ്വീകരിക്കണം. എന്താണ് വിരോധിച്ചത്? അതിന് നിങ്ങൾ വിരോധിക്കുകയും വേണം. അനുസരണം സ്വർഗത്തിലേക്കാണ്, ധിക്കാരം അത് വിസമ്മതമാണ്, അത് നരകത്തിലേക്കാണ്. അതുകൊണ്ട് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ കണ്ടുവരുന്ന ചില നബിസ്നേഹ പ്രകടനങ്ങളുണ്ട്.
അതിന് ഇസ്ലാമുമായി ബന്ധമല്ല, അഹ്ലുസുന്നത്തുമായിട്ട് ബന്ധമല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമ്മത്തുകൾ അല്ലെങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമിങ്ങൾ അവരാരും മാതൃകയാക്കി കാണിച്ചെന്ന ഒന്നല്ല. അതുകൊണ്ട് അത്തരം മാർഗങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മാറി നിൽക്കേണ്ടവരാണ്. മുഹമ്മദ് നബിയെ സ്നേഹിക്കണം എന്ന വിഷയത്തിൽ ലോക മുസ്ലിങ്ങൾക്കിടയിൽ പഴച്ചതും പഴക്കാത്തതുമായ എല്ലാവരും ആരൊക്കെണ്ടോ മുസ്ലിം ലിസ്റ്റിൽപ്പെട്ടത്, മുസ്ലിം എന്ന് കോമൺ ആയി പറയണ ആമായിട്ട് സുന്നി ഷിയഈ എന്ന് പറയുന്നതും അതല്ലാതെ അതിൽ തന്നെയുള്ള ഒരുപാട് അവാന്തര വിഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ വിഭാഗങ്ങളിൽ നിങ്ങൾ ആര് പരിശോധിച്ച് നോക്കിയും ഏതൊരാളും മുഹമ്മദ് നബിയുടെ അവധാനങ്ങളെ കുറിച്ച്, മുഹമ്മദ് നബിയുടെ മദ്ഹിനെ കുറിച്ച്, മുഹമ്മദ് നബിയുടെ സ്നേഹത്തെ കുറിച്ച് സംസാരിക്കുന്നിടത്ത് പിശുക്ക് കാണിക്കാറില്ല. എല്ലാവരും പറയുന്നുണ്ട് സ്നേഹിക്കണം തന്നെയാണ്. പക്ഷെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? അവിടെയാണ് തർക്കം വരുന്നത്. അതിനൊറ്റ ഉത്തരേ ഉള്ളൂ. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞത് ആരാ? അള്ളയാണ്. അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാരാ? റസൂലാണ്. അതെങ്ങനെയാ സ്നേഹിച്ച് കാണിച്ചത്? സ്വഹാബത്താണ്, താബീകളാണ്, തബൂലത്ത് ഭയങ്കരാണ്. അപ്പൊ നമ്മൾ പരിശോധിക്കേണ്ടത് സ്വഹാബത്ത് സ്നേഹിച്ചത് എങ്ങനെയോ അതുപോലെ അവരാരും ലക്ഷക്കണക്കിന് സ്വഹാബത്ത്, ഇസ്ലാമിലേക്ക് ആദ്യം വന്ന പുരുഷൻ, ആദ്യം വന്ന സ്ത്രീ, ആദ്യം വന്ന കുട്ടി, ആദ്യം വന്ന അടിമ, നമ്മൾ മദ്രസയിൽ പഠിക്കുന്നുണ്ട്. അവിടുന്ന് അങ്ങോട്ട് ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിന് തൊട്ട് മുമ്പ് പോലും ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബ, ലക്ഷക്കണക്കിന് സ്വഹാബ. അവരെങ്ങനെ സ്നേഹിച്ചത്? അവര് സ്നേഹിച്ചത് ഒരിക്കലും അവിടുന്ന് ജനിച്ചു എന്ന് പറയപ്പെടുന്ന ദിവസം നോക്കിയിട്ടൊരു ജന്മദിനാഘോഷ പ്രകടനം നടത്തിയിട്ടല്ല. ഉത്തമ തലമുറയിൽ അന്ന് അങ്ങനെ ഒരു സ്നേഹാഘോഷം ഉണ്ടായിട്ടില്ല. അവിടുത്തെ പത്നിമാർ, അവിടുത്തെ അനുചരന്മാർ, അവിടുത്തെ പിൻഗാമികൾ, 4 ഇമാമുകൾ ആരും അത് നടത്തിയിട്ടില്ല. ഈ ഉമ്മത്തിൽ ഒന്നാമൻ അബൂബക്കർ സിദ്ദീഖ് പോലും നടത്തിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് ആരും നടത്തിയിട്ടില്ല. പിന്നെ അത് നടത്തിയതാരാ? അത് നടത്തിയത് ഷിയഈകളാണ്. ഇസ്ലാമിൽ രണ്ടാമത്തെ ബിദ്അഈ കക്ഷി. ആദ്യത്തേത് ഖാരിജ്, രണ്ടാമത്തെ ഷിയഈ. ആ ഷിയഈ കക്ഷികളാണ്. പ്രത്യേകിച്ചും ഫാത്തിമിയാക്കൾ, ഉബൈദിയാക്കൾ, സ്വഹാബത്തിനെ കാഫിറാക്കുന്ന തീവ്ര റാഫിളി ചിന്താഗതിക്കാർ കൊണ്ടുവന്നതാണ് ശരിക്ക് ഈ മീലാദാഘോഷം എന്ന് പറയുന്നത്. ഒരിക്കലും അത് ഇസ്ലാമുമായി ബന്ധമില്ലാത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ സ്നേഹിക്കാനും ഇത്തരം ബിദ്അഈ മാർഗങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. اوصيكم واياي بتقوى الله. ബഹുമാന്യരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രിയങ്കരായ വിദ്യാർത്ഥികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വസിയത്ത് ചെയ്യാൻ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം, അവിടുത്തെ അനുസരിക്കണം, അവിടുത്തെ പിൻപറ്റണം എന്നത് അള്ളാന്റെ കൽപ്പനയാണ്, റസൂലുള്ളാന്റെ കൽപ്പനയാണ്. ഇത് അടിമകളുടെ മേൽ അള്ളാഹു നിർബന്ധമാക്കിയതാണ്. ഇബാദത്താണ്. നബിയെ സ്നേഹിക്കൽ ഇബാദത്താണ്. എന്നാൽ നബിദിന ആഘോഷം എന്ന് പറയുന്നത് അള്ളാഹു കൽപ്പിച്ചതല്ല, റസൂലുള്ളാഹി കൽപ്പിച്ചതല്ല, സുന്നത്ത് ജമാഅത്തിലില്ല. അത് ബിദ്അത്ത് മാത്രമാണ്. കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എത്രത്തോളം മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. ഒരാൾ ഒരു പ്രവൃത്തി ചെയ്തു, നബി പറയാണ്, അതിന് നമ്മുടെ കൽപ്പനയില്ലെങ്കിൽ. നോക്കൂ നിങ്ങൾ, അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കണം എന്നതിന് കൽപ്പന ഉണ്ട്. ആ സ്നേഹിച്ചത് എങ്ങനെയെന്നുള്ളത് നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട്. പക്ഷെ അവിടെ എവിടെ എന്തില്ല? ആഘോഷ പ്രകടനങ്ങളില്ല. അത് അങ്ങനെ കൽപ്പന ഇല്ലെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നാളിതുവരെയുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാര് പോലും അതിനെ എതിർക്കുന്നത്. അതുകൊണ്ട് നബിദിനാഘോഷ പ്രകടനങ്ങൾക്ക് അള്ളാന്റെ റസൂലിന്റെ കൽപ്പനല്ല. എന്നാൽ വീണ്ടും ഞാനത് ആവർത്തിക്കാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ, അനുസരിക്കാൻ, അവിടുത്തെ പിൻപറ്റാൻ പ്രമാണങ്ങളിൽ കൽപ്പനയുണ്ട്. അത് നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ചില ആളുകളൊക്കെ സാധാരണ പറയാനുള്ളത് ഈ സമയത്ത് വന്നാൽ, ഇതിനെ ന്യായീകരിച്ച സുയൂത്തി പോലും പറഞ്ഞ വാക്കെന്താണെന്നറിയോ? സന്തോഷിക്കുന്നു, അല്ലെങ്കിൽ ഒരുമിച്ച് കൂടുന്നു, മദ്ഹ് പറയുന്നു, നബിയുടെ അപദാനങ്ങൾ വാഴ്ത്തുന്നു. അതൊരു നല്ല ബിദ്അത്താണ് നാം ഇപ്പോൾ പറഞ്ഞത്.
അതിനപ്പുറത്തേക്കാണ് ഇപ്പൊ ഇന്ന് കാണുന്നതൊക്കെ. അദ്ദേഹം പറഞ്ഞതും വിട്ട് എത്രത്തോളം വെച്ചാൽ ആളുകൾ ചോദിക്കണ ചോദ്യം എന്താ അറിയോ? നിങ്ങൾ എന്തിനങ്ങനെ വിമർശിക്കണത്? നിങ്ങൾക്ക് ഇതൊരു നല്ല കാര്യമല്ലേ, സന്തോഷിക്കല്ലേ, അതുപോലെ നബിയുടെ മദ്ഹ് പറയല്ലേ, നബിയുടെ ചരിത്രം പറയല്ലേ, മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടല്ലേ, എന്നിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ ഭക്ഷണം കഴിക്കല്ലേ, ഇതൊക്കെ നല്ലതല്ലേ? ഈ ചോദ്യമാണ് എല്ലാ കാലത്തും ഒരു വൈകാരികമായ ഒരു ചോദ്യം. എന്നങ്ങൾ ആലോചിച്ചു. മുത്തബിഉസ്സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ അവിടുന്ന് പറഞ്ഞൊരൊറ്റ വാക്ക് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. എന്താ അവിടുന്ന് പറഞ്ഞറിയോ? നല്ലതല്ലേ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നല്ലതല്ല എന്നാണ്. കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ്, ളലാലത്താണ്. നല്ലതല്ലേ? ഇല്ല, നല്ലതല്ല. അദ്ദേഹം പറഞ്ഞ വാക്കെന്തറിയോ? വ ഇൻ റആഹന്നാസു ഹസനതൻ, വ ഇൻ റആഹന്നാസു ഹസനതൻ, ആളുകൾക്കത് നല്ലതായി തോന്നിയാലും ശരി, ആളുകൾക്ക് നല്ലതായി തോന്നിയാലും ശരി, നല്ലതാണ്, വഴികേടാണ്. അപ്പൊ എന്താ പ്രിയമുള്ളവര് മനസ്സിലാകണത്? ഒറ്റ വാക്കിൽ അവസാനിപ്പിച്ചാൽ നബിദിനാഘോഷം വ്യക്തമായ ബിദ്അത്താണ്, പുതിയതാണ്. എന്നാൽ നബിയെ സ്നേഹിക്കൽ ഇബാദത്താണ്, കൽപ്പനയാണ്, നിർബന്ധമാണ്, സ്വഹാബത്തിന്റെ ഫഹമാണ്, അഹ്ലുസുന്നത്തിന്റെ രീതിശാസ്ത്രമാണ്. അതുകൊണ്ട് നബിയെ സ്നേഹിക്കുക, നബിയെ അനുസരിക്കുക, നബിയെ പിൻപറ്റുക. നബി സ്നേഹത്തിന്റെ മറവിൽ കടന്നു വരുന്ന സർവ്വ ബിദ്അത്തിനെയും ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു സമയത്ത് രണ്ട് തരത്തിലുള്ള ഹറാമുകൾ നരകത്തിലേക്കുള്ള നമ്മൾ കാണാൻ. ഒന്ന്, ബിദ്അത്ത് മനുഷ്യനെ കൊണ്ടുപോകുന്ന നരകത്തിലേക്കാണ്. പിന്നെയോ ശിർക്കും മനുഷ്യനെ കൊണ്ടുപോകുന്ന നരകത്തിലേക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശിർക്കിൽ നിന്നും ബിദ്അത്തിൽ നിന്നും നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദിലായി സുന്നത്തിലായി ജീവിച്ച് മരിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് ഖുർറത്ത് അഈനായ മക്കളാക്കി അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.